Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. ഉഷാറില്ലല്ലോ. ഓക്കെയാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? അതെ അതെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാട്ടോ. സ്റ്റാർട്ട് വിത്ത് പ്രയർ. Prayer. Dear God, thank you for this beautiful day. Bless our teachers, friends, and families. Help us learn new things with joy. Make us kind, gentle, and loving. Guide us to do good and speak truth. Keep us safe and happy always. Thank you. I warmly welcome our beloved Ashwati ma'am and all our Montessori friends to today's class. I hope everyone learns and listens beautifully in today's class. Again, I welcome all of you. Wish you a wonderful day. Thank you. Thought for the day. Education is the most powerful weapon you can use to change the world. Nelson Mandela. I repeat, education is the most powerful weapon you can change the world. Thank you. Okay. So, എങ്ങനെയുണ്ടായിരുന്നു? How was your vacation and your Christmas celebrations? പറയൂ. Tell me about that. ക്ലാസ്സിലുണ്ടോ എല്ലാവരും? കേൾക്കുന്നുണ്ടോ? Am I audible? Yeah, clear. Okay. എന്താണ്? ഹാങ് ഓവർ ആണോ? വെക്കേഷൻ കഴിഞ്ഞതിന്റെയും ക്രിസ്മസ് ആഘോഷിച്ചതിനൊക്കെ ഒരു ഹാങ് ഓവർ ഉണ്ടോ? ഉണ്ടോ? Yes, ma'am. തോന്നി. എല്ലാ ക്ലാസ് ഇതാണ് അവസ്ഥ. ശോകമൂകമാണ് ക്ലാസ്. ഓക്കെ, മടിയായിരുന്നു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ? ചെറിയൊരു മടി ഇല്ല. എത്രയൊക്കെ മടിയുണ്ട്? ആർക്കും മടിയില്ല. വെരി ഗുഡ്. മീറ്റിംഗ് ആയിരുന്നു അപ്പൊ അല്ലെ? ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയൂ. പനിയാണോ? എല്ലാവർക്കും പനിയാണ്. പയ്യ മഞ്ജു ശ്രദ്ധിക്കൂ കേട്ടോ. പ്രഗ്നന്റ് അല്ലേ? ശ്രദ്ധിക്കൂ. ഓക്കെ, എല്ലാവർക്കും സുഖങ്ങളാണ്. എല്ലാ ക്ലാസ് അങ്ങനെ തന്നെയാണ്. അതിന് മാത്ര കംഫർട്ടബിൾ ഒന്നും അല്ല. പനിയാണ്, കോൾഡ് ഉണ്ട്, കഫ് ഉണ്ട്, അതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ക്ലൈമറ്റ് മാറിയല്ലോ, അതിന്റെയാണ് കേട്ടോ. പിന്നെന്താണ്? ഇപ്പൊ പറയൂ, ക്രിസ്മസ് വിശേഷങ്ങൾ പറയൂ, കേൾക്കട്ടെ. സെലിബ്രേറ്റ് ചെയ്ത എല്ലാവരും? Yes, ma'am. നന്നായിരുന്നു. Yes, ma'am. അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോ ഒരു കാര്യം ചെയ്യൂ. എനിക്ക് നിങ്ങളുടെ സെലിബ്രേഷനോ വെക്കേഷനോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് പറഞ്ഞൊരു ബ്രീഫ് നോട്ട് പോലെ ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, പറയാലോ അല്ലേ? റെഡി അല്ലേ? പെട്ടെന്ന് ഒന്നോ രണ്ടോ വാക്കിൽ അവസാനിപ്പിക്കാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് എക്സാജുറേറ്റ് ചെയ്ത് ലൈക്ക് എ സ്റ്റോറി, അല്ലെങ്കിൽ ലൈക്ക് പറയാൻ പറ്റില്ല, സ്റ്റോറി ആ രീതിയിൽ വന്ന് ഇംഗ്ലീഷിലോ നിങ്ങളുടെ അബൌട്ട് യുവർ ക്രിസ്മസ് സെലിബ്രേഷൻ ആൻഡ് യുവർ വെക്കേഷൻ. അത്യാവശ്യം ട്രാവലിംഗ് ആണോ? ഓക്കെ, ഇറ്റ്സ് ഓക്കെ ബസ് ഇതാണ്. അപ്പോ എന്താണ്, വെക്കേഷൻ ഉണ്ടായിരുന്നു, അത്യാവശ്യം കുറച്ച് ദിവസം വെക്കേഷൻ ആയിരുന്നു അല്ലെ? കഴിഞ്ഞ ലാസ്റ്റ് മൺഡേ നമ്മള് ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. ലാസ്റ്റ് മൺഡേ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. സോ ഇതുവരെയും വെക്കേഷൻ ആയിരുന്നു. ചെറിയൊരു വെക്കേഷൻ, കുട്ടികൾക്ക് ഒരു വെക്കേഷൻ വേണ്ട പോലെ നിങ്ങൾക്ക് ചെറിയൊരു വെക്കേഷൻ ഉണ്ടായിരുന്നു അല്ലെ? അപ്പോ എന്തൊക്കെയായിരുന്നു പരിപാടികൾ? പറയൂ, കേൾക്കട്ടെ. പറയാവോ? പറയാവോ എന്നല്ല, പറയണം.
ഞാൻ ഈ ചോദിച്ചു, നിങ്ങൾ ഇംഗ്ലീഷ് പറയുമില്ല. ഓക്കെ, എല്ലാരും പറയൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാ എന്തൊക്കെയാണ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത്. ഓക്കെ, എവിടെയെങ്കിലും പോയോ, അല്ലെങ്കിൽ എന്തൊക്കെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു. സോ അതിനെ കുറിച്ച് ചെറിയൊരു നോട്ട്. ഓക്കെ, എന്താണ് ഓൺ ദ സ്പോട്ടിൽ പറയുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ടൈം തരണോ, എന്താ വേണ്ടേ? റെസ്പോണ്ട് ചെയ്യൂ. എന്താണിത്? ടൈം വേണം. നോട്ട്ബുക്കിൽ എഴുതാണോ? ഓക്കെ, അപ്പൊ നോട്ട്ബുക്കിൽ എഴുതൂ. ഓക്കെ, അപ്പൊ 2 മണിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത്രയും നേരം ടൈം ഉണ്ട്. പോരെ? അത്രയും ടൈം മതിയോ? കഴിയുമ്പോ പറയൂ. ഓക്കെ, അത്യാവശ്യം നന്നായിട്ട് എഴുതാ. പൊട്ടത്തെറ്റാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എഴുതാ, എന്നിട്ട് വായിക്കണം കേട്ടോ. ഓക്കെ, സോ ടേക്ക് യുവർ ഓൺ ടൈം, then read what you write. ഓക്കെ, സോ അപ്പൊ എഴുതിക്കോളൂ. ഇനി ക്യാമറ ഓഫ് ചെയ്യണേ.
Hello, ma'am. Yes, Vidya, പറയൂ. Read it, ma'am. Yeah, okay. Okay. During my Christmas vacation, I went to the Palakkad Fest and visited a big waterfalls. On Christmas Day, I went to Pollachi Sulakal Mariamman Temple. After that, I stayed at home and took rest. Aparna ma'am gave me buttoning framework, which I completed. Most days, only my baby boy and were at home because others went to work. We spent our time playing, sleeping, and enjoying peaceful moments together. It was a calm and happy vacation. That's all, ma'am. Yeah, it's a short, അല്ലേ, brief note. Hey, Vidya, your Yes, pronunciation is very good. thank you, കേൾക്കാൻ ma'am. രസമാണ് കേട്ടോ. ലാംഗ്വേജ് പ്രൊണൗൺസിയേഷൻ ആണെങ്കിലും ആ മോഡുലേഷൻ ആണെങ്കിലും കൊള്ളാം. Thank you, ma'am. കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യും കേട്ടോ. കുറച്ചുകൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു ബെറ്റർ ആയിട്ട് ഐ തിങ്ക് ഫസ്റ്റ് ആൻഡ് സ്പീക്കേഴ്സ് ഒക്കെ പറയുന്ന പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റും. Okay, ma'am. Okay, okay. Thank you. പിന്നെ ഞാൻ പലപ്പോഴും പറയണം എന്ന് ആലോചിച്ചാ. Okay, ma'am. Okay, Vidya. Okay, proceed the next year in the register church with my family. Cut Christmas cake together. Went for marriage. Purchased at Kunnamkulam. Went to Palakkad for Christmas vacation. And still enjoying holidays with my family and essays. Okay. Then Manju, 3 short ആക്കാൻ പാടില്ല. We celebrated at home. I hung a star, set up a loft, cut a cake, and wished him. That's all. Okay. Then, വായിച്ചോട്ടേഴ്സ് Yeah. മിസ്റ്റേക്ക് ഉണ്ടാവേ. It was an awesome Christmas day. That day we bought a cake and wine. At midnight we started celebrating with cake cutting and playing music. My daughter was so happy and enjoyed. My neighbors made biryani and plum cake and we ate lunch together. Evening we went to shopping. There were lots of Christmas decoration. It was so beautiful. Light decoration was so good. Okay. Okay, Anapriya. Then, who's next to read? Now on. Okay, complete ആമോ പറയൂ കേട്ടോ. ഞാൻ വായിക്കട്ടെ മിസ്സേ. Okay. ഞങ്ങൾക്ക് ക്രിസ്മസ് ഒന്നുമില്ല, ഞാൻ വെക്കേഷൻ മാത്രം പറയാം. My vacation was very busy. I spent the whole time first cleaning the house. I did the cleaning before the Ramadan. We have planned a trip for Friday. I came to my house yesterday. I have to go back on Thursday. That was my vacation. Okay, Anshila. And now we are ready to our card. Okay. What to be sister? Okay, marriage. Function ആണ്, busy ആണ്, busy days ആണല്ലോ പ്രസീത. Okay. നടക്കട്ടെ കേട്ടോ. Yeah. അപ്പൊ ഒരു എക്സ്ട്രാ ആരാ? Okay. Next one. No one. Okay. അപ്പൊ കംപ്ലീറ്റ് ആകുമ്പോ പറയൂ. വായിക്കാട്ടോ, എല്ലാരും വായിക്കണേ. കുറച്ചുകൂടെ കൂട്ടിയൊക്കെ എഴുതൂന്നേ. നിങ്ങള് പക്ക ഇതേപോലെ തന്നെ എൻജോയ് ചെയ്ത് ആഘോഷിച്ചെങ്കിൽ അങ്ങനെ തന്നെ എഴുതുന്നില്ല. എക്സാജറേറ്റ് ചെയ്യുക, പെരുപ്പിച്ചുകൊണ്ട് എഴുതുക. ഓക്കെ, ഇവിടെ നിങ്ങൾ അവിടെ എന്തൊക്കെ ചെയ്തു, എൻജോയ് ചെയ്തു എന്നുള്ളതല്ല ഞാനിവിടെ ചോദിക്കുന്നത്. മീൻസ് അറിയാലോ നിങ്ങൾ ചെയ്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോർമലി അറിയാം. പക്ഷെ എനിക്കിവിടെ വേണ്ടത് നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലാണ് അല്ലെ. നിങ്ങൾ എങ്ങനെയൊക്കെ എഴുതുന്നുണ്ട്, അത് എന്തൊക്കെയാണ് ആലോചിച്ച് അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുന്നുണ്ട് എഴുതുന്നത്, ആ റൈറ്റിംഗ് സ്കില്ലാണ് നമുക്കിവിടെ വേണ്ടത്. സോ നമ്മൾ വാരി വലിച്ചങ്ങനെ എഴുതുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ സമയം തരുന്നേ, ടൈം എടുത്ത് നന്നായിട്ട് കൂട്ടി അങ്ങനെ എഴുതുക. ദെൻ അത് പ്രസന്റ് ചെയ്യുക. ഓക്കെ, പ്രസന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം പോരാ. അവിടെ എനിക്ക് ആവശ്യം എന്താണ്? സ്പീക്കിംഗ് സ്കില്ലാണ്. മനസ്സിലായോ?
റൈറ്റിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, ലിസൺ. പിന്നെ സ്കിൽ ഉണ്ട്. വായിക്കട്ടെ മാം. വായിച്ചോളൂ. My Christmas vacation was very happy and enjoyable. After Christmas lunch, we went to Muscat and stayed one night in a hotel. In the evening, we went to Avenues Mall and we had lots of fun. After that, we slept well. The next morning, we went to watch the movie Sarvam Maya. Then we had lunch and took some rest. In the evening, we went shopping, walking, and played in the park. Later, we visited the temple and came back to the hotel to rest at night. The next morning, we went to another mall and relaxed there. After lunch, we visited some waterfalls and enjoyed played in water. We also went to another park and beach. We played happily with there. On the night of 28th, we returned home, had food, and took rest. It was a beautiful and memorable Christmas vacation. ഓക്കെ. ഓക്കെ ചിക്കമോൾ. അപ്പൊ ഞാൻ പറഞ്ഞത് എഴുതാൻ പറയുന്നത് ആ ഒരു സ്കില്ലിന് വേണ്ടിയിട്ടാണ്. റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ എഴുതാൻ പറയുന്നത്. അത് വായിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നോർമലി വായിക്കാതെ മോഡുലേഷൻ ആണെങ്കിൽ അതിന്റെ പ്രൊണൗൺസിയേഷൻ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് വായിക്കാൻ നോക്കാം കേട്ടോ എല്ലാവരും. അത് മാത്രമല്ല ടെക്സ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, വായിക്കുന്നതിനെ കുറിച്ച് ബെറ്റർ. ഞാനത് പറയുന്നത് ചുമ്മാ വെറുതെ സമയം പോകാൻ വേണ്ടിയല്ല ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങളോട് ചെയ്യാനും പറയാനും പറയുന്നത് കേട്ടോ. അതിന് അതിൻ്റെതായ റീസൺ ഉണ്ട്. ഓക്കെ, ആ റീസൺ ആണ് ഞാനിപ്പോ പറഞ്ഞത്. നമുക്കൊരു സ്കില്ല് വേണം അല്ലെ. നമുക്ക് ഇപ്പോ നമ്മൾ പഠിക്കുന്നത് ഗ്രാമർ ആണ്. ഈ ഗ്രാമർ എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതെല്ലാം പോയി സംസാരിക്കണ്ടേ, ക്ലാസ് എടുക്കണമല്ലോ അല്ലെ. അപ്പോഴും നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം? പ്രൊണൗൺസിയേഷൻ ആവശ്യമാണ്, നന്നായിട്ട് സംസാരിക്കണം. അത് മാത്രമല്ല, നമുക്ക് കുട്ടികളെ പറയുമ്പോഴാണ് നമുക്ക് ഇമാജിൻ ചെയ്ത് എഴുതാൻ പറ്റണ്ടേ, റൈറ്റിംഗ് സ്കില്ലിംഗ് ഇംപ്രൂവ് ചെയ്യണം. ഓക്കെ, സോ എഴുതിയ കാര്യങ്ങൾ വായിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? പ്രൊണൗൺസിയേഷനും മോഡുലേഷനും ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം നോട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് അത് കുറച്ചൊരു ഇംപ്രൂവ് ചെയ്ത് സംസാരിക്കാൻ നോക്കാം, അത് പ്രസന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, എനിക്ക് വെറുതെ ടെക്സ്റ്റ് ചെയ്തിട്ട് ഞാൻ വായിച്ചിട്ട് കാര്യമില്ല. ക്ലിയർ ആണോ? മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? അതുകൊണ്ടാണ് തന്നെ നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ദിവ്യ അത് വായിക്കൂ കേട്ടോ. ദിവ്യ, വിനീഷ് വായിക്കൂ. ഞാനത് വായിക്കാൻ പറയാം നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കേട്ടോ, എനിക്ക് വേണ്ടിയല്ല. നമുക്കത് ഇംപ്രൂവ് ചെയ്യണ്ടേ? എന്നെങ്കിലും നിങ്ങൾ പറയുന്ന ഇംഗ്ലീഷ് തന്നെ നമുക്ക് പിന്നീട് പറഞ്ഞാൽ മതിയോ? പറ്റില്ല അല്ലെ. കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനുണ്ട്, രീതിയിൽ ഇംപ്രൂവ്മെന്റ്സ് വരാനുണ്ട്. സോ മാക്സിമം അത് പ്രാക്ടീസ് ചെയ്യണം അല്ലെ. ഓക്കെ, അപ്പൊ വായിക്കാം കേട്ടോ. എല്ലാരും വായിക്കുമ്പോ ചുമ്മാ വായിക്കല്ലേ, കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസിയേഷൻ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് സംസാരിക്കാം. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഓക്കെ, കംപ്ലീറ്റ് ആയവര് പേര് ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. അതിനുശേഷം ഞാൻ ഓരോരുത്തരെ വിളിക്കാം. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യാം. മിസ് ഞാൻ വായിക്കട്ടെ? ഓക്കെ ദിവ്യ വായിക്കൂ. Some garden works are done in the vacation time and visit some relatives, and moreover I spend more time to my reading activities, and I read a new novel Karthachan, but I didn't complete it, and sleep some time after finish my line. That's all. Okay, Divya. Then who's next?
Okay, Ayana, thank you. I celebrate Christmas at home. We decorate the house and made a crib and Xmas tree. I went to church at 11:30. There are so many programs. I also participate a group dance. Then at 11:30 the Holy Mass. Then I came back, take some photos with my family. 25th morning, all my relatives were came to my home. Then I prepared chicken biryani and beef roast. At night, all cousins were gathering, then shared gift and lots of game were playing. The next day, I came my home. Then I went to Irinalakuda church for Mega Carol. It was so wonderful. Then I went to my mother's house. We are gathering there. I enjoyed my Christmas vacation. Okay, okay, Ayana. Then, next Tara. മിസ് ഞാൻ വായിക്കട്ടെ. Okay. I celebrated Christmas in a wonderful way. Carol singers came and I enjoyed it very much. Later, I went to Kozhikode Beach and Mananchira with my family. We also had a family meetup and created many beautiful memories. Yeah. Okay, Lisa. Thank you. Then, next Tara. കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ച് ഒന്ന് എഴുതൂ. അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് എഴുതാൻ പറ്റും നോക്കാവോ എല്ലാവരും? പെട്ടെന്ന് വായിക്കൂ. ടൈം ഉണ്ടല്ലോ. നന്നായിട്ട് ആലോചിച്ച് പുതിയ പുതിയ വൊക്കാബുലറി ഇൻക്ലൂഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒരു ബ്രീഫ് നോട്ട് ആക്കി എഴുതിയിട്ട് ജസ്റ്റ് വായിക്കൂ കേട്ടോ. വായിക്കുമ്പോ ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക. പ്രൊണൗൺസിയേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ഓക്കെ മഞ്ജു അത് വായിക്കാൻ പറ്റുമോ മഞ്ജു? അമ്മയുടെ ചുമ വരുന്നുണ്ട്. ചുമയാണോ? എന്നാ വേണ്ട. ഓക്കെ ഞാൻ വായിക്കാം. Our vacation was very beautiful. It was joyful and soul fulfilling. Christmas nights we are as warm as the birth of the Son of God into the earth. Then as always, there was the housework, the games and the calls with the child, and then the program to complete my assignment work. All of it was a festive night filled with memories. Okay. Then, okay, Manju. Manju, health ശ്രദ്ധിക്കാട്ടോ. Check your health. Okay. Yeah. Next, Tara.
നെക്സ്റ്റ് ആരാ? അത് ആരും എഴുതിയിട്ടില്ല. എന്താ വായിക്കാത്തെ? മാം ഇന്ന് ജോയിൻ ചെയ്തവർ കുറവാന്ന് തോന്നുന്നു. ഇനി ആരും ഉണ്ടാവില്ല. ഓക്കെ, എല്ലാരും കംപ്ലീറ്റ് ചെയ്തോ? സ്ട്രെങ്ത് വളരെ കുറവാണ് അല്ലേ? കറക്റ്റ് ആണ്, സ്ട്രെങ്ത് വളരെ കുറവാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തു എന്ന് പറയാമോ? നമ്മുടെ പ്രിപ്പോസിഷൻ കംപ്ലീറ്റ് ആയോ? യെസ് മാം, ഇനി ടെൻസസ്. ടെൻസ് ആണ്. ടെൻസ് സ്റ്റാർട്ട് ചെയ്യണോ? കുറവാണല്ലോ സ്റ്റുഡൻസ്. മാം കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു കണ്ടിന്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ടെൻസ് തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യണം, ചെയ്താലോ? ഓക്കെ, ടെൻസില് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവാം മേ ബി അല്ലെ. ടെൻസില് വി ഹാവ് ദ 3 ടെൻസ്: പ്രസന്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. ഓക്കെ, ഈ 3 ടെൻസിലും വി ഹാവ് ദ 4 ആക്ഷൻസ്: സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആരും നോട്ട് എഴുതണ്ട കേട്ടോ, ഞാൻ പറയാം. ഓക്കെ, സോ അങ്ങനെ 4 ആക്ഷൻസ് വീതം നോക്കുകയാണെങ്കിൽ നമ്മൾ 12 ടെൻസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, 4 ആക്ഷൻസ് 3 ടെൻസില് അങ്ങനെ 12 ടെൻസസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ? സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത് പ്രസന്റ് ടെൻസ് ആണ്. സോ പാസ്റ്റിലൊക്കെ വരാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. Then future, the same. Simple future, future continuous, future perfect, future perfect continuous tense. Okay, clear? അതില് എല്ലാം അറിയാലോ ഇത്. ഓക്കെ, ഒരു കാര്യം ചെയ്യും, ഈ 3 ടെൻസും അല്ലെങ്കിൽ 4 ആക്ഷൻസും എല്ലാം എഴുതി വെച്ചോളൂ. ഓക്കെ, ഫസ്റ്റ് പ്രസന്റ് ടെൻസ് എടുക്കാം. പ്രസന്റ് ടെൻസിന് 4 ആക്ഷൻസ് എഴുതി വെക്കാം. അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിന് എഴുതി കൊടുക്കാം. പാസ്റ്റ് ടെൻസിന് 4 ആക്ഷൻസ് എഴുതി വെക്കാം. അതുപോലെ തന്നെ ഫ്യൂച്ചർ ടെൻസ്. ക്ലിയർ? എഴുതിക്കോളൂ കേട്ടോ, നോട്ട്ബുക്കിൽ എഴുതാം. എഴുതി കഴിയുമ്പോൾ പറയും, നമുക്ക് ഓരോ ടെൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ,
എഴുതി മാം. ഓക്കെ, അപ്പോ നല്ല ആക്ഷൻസ് എഴുതി. ഇനി ചെയ്യേണ്ടത് പ്രസന്റ് ടെൻസ് എഴുതി കൊടുക്കാം കേട്ടോ. പ്രസന്റ് ടെൻസ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് അതിന് താഴെ സ്മോൾ ഹെഡിങ് ആയിട്ട് ഫസ്റ്റ് ടെൻസ് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ആണ് അല്ലെ. സോ സിമ്പിൾ പ്രസന്റ് എന്ന ഹെഡിങ് കൊടുക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് കൊടുത്തിട്ട് ബ്രാക്കറ്റില് ചെയ്യുന്നു എന്ന് എഴുതാം. ചെയ്യുന്നു. ചെയ്യുന്നു. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റില് ചെയ്യുന്നു എന്ന് കൊടുക്കാം കേട്ടോ. മലയാളത്തിൽ എഴുതാ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മള് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് എവിടേക്കാണ് യൂസ് ചെയ്യണേന്ന് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. നോട്ട് ചെയ്തണ്ട, ശ്രദ്ധിച്ചിരിക്കാം. മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഒന്നും ബൈഹാർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മള് പൊതുവെ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹാബിറ്റ്സ്, റൊട്ടീൻ ഇതെല്ലാം പറയാനാണ്. ഓക്കെ, ഹാബിറ്റ്സ്, റൊട്ടീൻ, then permanent situations, universal truth ഇതൊക്കെ പറയാനാണ് നമ്മൾ എന്ത് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയാന്ന് വെച്ചാല് ഇപ്പോ നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, കുട്ടികൾ സ്കൂളിൽ പോകുന്നു, ഞാൻ എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോകുന്നു, സൂര്യൻ കിഴക്കുദിക്കുന്നു, പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. ഇതിന് അവസാനിക്കുന്ന എന്താണ്? ചെയ്യുന്നു, പോകുന്നു, ചാടുന്നു, ഓടുന്നു എന്ന രീതിയിലല്ലേ അല്ലെ? അങ്ങനെയാണ് പൊതുവെ നമ്മൾ മലയാളം സംസാരിക്കുക. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് നമുക്ക് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്? എഴുതൂ. ഹാബിറ്റ്സ്, റൊട്ടീൻ. ഹാബിറ്റ്സും റൊട്ടീനും ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, ശീലങ്ങളാണല്ലോ. ഹാബിറ്റ്സ്, റൊട്ടീൻ, then permanent situation, habits, routine, permanent situation, universal truth, then timetable. ടൈംടേബിളോ സ്കെഡ്യൂളോ എങ്ങനെ വേണമെങ്കിലും വരാം. ഇത്രയും പ്ലേസസിലാണ് നമ്മൾ മോസ്റ്റ്ലി ഈ ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ചായ കുടിക്കുന്നു, സൂര്യൻ കിഴക്കുദിക്കുന്നു, അല്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു, പിന്നെന്താണ് ഈ ഷോപ്പ് തുറക്കുന്നത് 10 മണിക്കാണ്, അല്ലെങ്കിൽ ഷോപ്പ് 25 ഡിസംബറിന് ഉദ്ഘാടനം ചെയ്യുന്നു. മനസ്സിലായോ? അതൊരു സ്കെഡ്യൂൾ അല്ലേ, ഓൾറെഡി ഫിക്സ് ചെയ്തൊരു കാര്യമല്ലേ അല്ലെ? 25-ാം തീയതി ഇപ്പൊ ഈ പറയുന്ന ഷോപ്പ് ഇനാഗുറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഷെഡ്യൂൾ എന്നാണോ പറയാ? സെർച്ച് ചെയ്ത് നോക്കൂ കേട്ടോ. ഇങ്ങനെ ഡൗട്ട് വരുമ്പോ എപ്പോഴും സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, എന്ത് പ്രൊണൗൺസിയേഷൻ ആണ് ക്ലിയർ? എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്കെഡ്യൂൾ എന്ന് പറയും, ഷെഡ്യൂൾ എന്ന് പറയും. ഓക്കെ, ശ്രദ്ധിച്ചു നോക്കാം. കറക്റ്റ്. എനിക്ക് മിസ്റ്റേക്സ് വരാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് മനസ്സിലാക്കി പഠിക്കും. ഓക്കെ, അപ്പോ പെർമനന്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോ നമ്മൾ ഒരു കാര്യം അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. മാരേജ് ആയിക്കോട്ടെ, ഇനിയിപ്പോ എന്തെങ്കിലും ഇനാഗുറേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കൂൾ ഓപ്പൺസ്
ജൂൺ 2 ഓൺ ജൂൺ 2 എന്ന് പറയും. ജൂൺ 2 സ്കൂൾ തുറക്കുന്നു എന്ന് പറയുന്നത് ഒരു ലൈക്ക് പെർമനന്റ് സിറ്റുവേഷൻ ആണ് അല്ലെ. എന്തൊക്കെ സംഭവിച്ചാലും സ്കൂള് ജൂൺ 2 തുറക്കും അല്ലെ. പക്ഷേ എത്ര പെർമനന്റ് ആണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് മാറ്റേണ്ട സാഹചര്യം വന്നേക്കാം. എന്തെങ്കിലും കാരണവശാൽ അത് മാറ്റി വെക്കേണ്ടി വന്നേക്കാം. എന്നാലും അത് അത്രയും എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ ആണെങ്കിൽ മാത്രമേ നമുക്കത് മാറ്റി വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പറയുകയാണെങ്കിൽ അത് പെർമനന്റ് ആണ്. ശരിയല്ലേ? പെർമനന്റ് ആണ്. എന്തൊക്കെ വന്നാൽ ആരൊക്കെ വന്നാലും ഇല്ലെങ്കിലും സ്കൂൾ തുറക്കുകയും ചെയ്യും, ഇനാഗുറേഷൻ നടക്കുകയും ചെയ്യും. സോ അങ്ങനെ ഒരു പെർമനന്റ് സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ തന്നിരിക്കുന്ന ഈ പോയിന്റ്സ് ക്ലിയർ ആയോ? എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായോ? ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഞാനിപ്പോ ചെയ്യുന്നു എന്ന് മലയാളത്തിൽ എഴുതാൻ പറഞ്ഞത് മോസ്റ്റ്ലി എല്ലാ മലയാളീസും പറയുന്ന ആ രീതി തന്നെയാണ്. ഇനി പല രീതിയിലും ഇപ്പൊ മലയാളം തന്നെയാണെങ്കിലും സ്ലാങ് ഡിഫറെന്റ് ആയിരിക്കും, യൂസേജ് ഡിഫറെന്റ് ആയിരിക്കും. സോ ഞാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ ആയിരിക്കില്ല മലയാളം ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുക, എനിക്ക് അറിയില്ല പൊതുവെ. സോ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് ചെയ്യുന്നു എന്നതുകൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്നൊക്കെ മനസ്സിലായല്ലോ എല്ലാവർക്കും. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. കാരണം അത്രയും അത്യാവശ്യം സീരിയസ് ടോപ്പിക് ആണ് ടെൻസ് എന്ന് പറയുന്നത്. ഡൗട്ട് വെച്ചിട്ട് ക്ലാസ്സിൽ നിന്ന് പോകാൻ പാടില്ല. ഇനിയിപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ ചോദിക്കുക, ചോദിച്ച് മനസ്സിലാക്കി പോവുക. അത്രയും ഇമ്പോർട്ടന്റ് ആണ് ചാപ്റ്റർ അല്ല ടെൻസ്. ഇനി ടെൻസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഓക്കെ, ഇപ്പോ ഡൗട്ട്സ് ഒന്നുമില്ല. ഈ ഡൗട്ട്സ് ഇനി ചോദിക്കേണ്ട. നെക്സ്റ്റ് എപ്പോഴെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചാല് ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ടെൻസ് അത്രയും ക്ലിയർ ആയി മാത്രം പഠിച്ച് പോകുക. എത്ര പ്രാവശ്യം ഡൗട്ട്സ് ചോദിച്ചാലും ഞാൻ പറഞ്ഞു തരും. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷ് ഗ്രാമറിൽ തന്നെ ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസ് എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്ന് ക്ലിയർ ആയോ? Do you have any doubts about that? എന്തൊക്കെയോ ഉണ്ടല്ലോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. ചോദിച്ച മിസ് നിങ്ങൾ വിചാരിക്കോ എന്നൊന്നും ചിന്തിക്കണ്ട. പൊട്ടത്തിനെങ്കിൽ പൊട്ടത്തിനും ചോദിക്കൂ. ഇത്രയും കാര്യങ്ങൾ എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത് ഏകദേശം ഐഡിയ ഉണ്ടായോ? കിട്ടിയോ? മനസ്സിലായോ? ഒന്ന് ബ്രീഫ് ആയിട്ട് ഞാനാണ് പറഞ്ഞേ, കേട്ടെ. ഇത്രയും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതിന് ജസ്റ്റ് ബ്രീഫ് നോട്ട് ഒന്ന് പറയൂ. മനസ്സിലായത് മാത്രം പറയൂ. ഞാൻ വിളിക്കാം. ഓക്കെ, അയന പറയൂ. അയന, എന്താണ് അയനക്ക് മനസ്സിലായത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് പറയാ. അതുപോലെ തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ഒരു ഹാബിറ്റ്സിനെ കാണിക്കാൻ, ഒരു റൂട്ടീൻ, അതുപോലെ തന്നെ യൂണിവേഴ്സൽ ട്രൂത്ത്, പെർമനന്റ് സിറ്റുവേഷൻ, അതുപോലെ തന്നെ ടൈം ടേബിൾ അഥവാ ഷെഡ്യൂള് ഒക്കെ പറയുന്നിടത്താണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഐ വേക്ക് അപ്പ് അറ്റ് 6:30 എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഒരു പൊതുവെ നമ്മൾ ഒരു 6:30 എണീക്കുന്നു. അത് നമ്മൾ ചെയ്യണ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പിന്നെന്താ പറയാ, അങ്ങനെ എന്തൊരു കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. ഓക്കെ ഓക്കെ ആന, ക്ലിയർ. ദെൻ വിദ്യ പറയൂ. വിദ്യ സെൽവരാജ് ക്ലാസ്സിലുണ്ടോ? വിദ്യ ഇല്ല. ചിക്കുമോൾ യെസ് മാം. പറയൂ. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ ഹാബിറ്റ്സ്, റുട്ടീൻ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ പെർമനന്റ് സിറ്റുവേഷൻസ്, യൂണിവേഴ്സൽ ട്രൂത്ത്, ടൈം ടേബിൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. റെഗുലർ ആയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് വഴി നമുക്ക് ഉപയോഗിക്കാം.
ഓക്കെ, അത് മാത്രമാണോ നമ്മൾ യൂസ് ചെയ്യുക? റെഗുലറൈസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണോ? റെഗുലർ ആയിട്ടല്ല മാം, ഒരു അറിയോ? മാം തന്നെ പറഞ്ഞു. പറയൂ കേൾക്കണം, എനിക്ക് അറിയണം. പറയൂ, തെറ്റിയാലും കുഴപ്പമില്ല. നീ പറയൂ, എന്താണ് മനസ്സിലായത് അത് മാത്രം ജസ്റ്റ് ഒന്ന് പറയൂ. സോറി, നമ്മള് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ്, നമ്മളിപ്പം എന്നും രാവിലെ എണീക്കുന്നു, ഐ വേക്കപ്പ് ഏർലി, എന്നും രാവിലെ നേരത്തെ എണീക്കും എന്ന് നമ്മളത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മളത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കാം. പിന്നെ ഇപ്പൊ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുമ്പം ഇപ്പൊ ഈ സൺറൈസസ് ഇൻ ദ ഈസ്റ്റ്, അത് യൂണിവേഴ്സൽ ആയിട്ട് എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ പെർമനന്റ് സിറ്റുവേഷൻ, ഇപ്പൊ ഞാൻ ഒമാനിലാണ് താമസിക്കുന്നത്, ഐ ലീവ് ഇൻ ഒമാൻ. അപ്പൊ അത് പെർമനന്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് പറയുന്നു. കറക്റ്റ് അല്ലേ മാം? കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ താമസിക്കുന്നത് എന്ന് പറയുമ്പോഴും നമുക്ക് ഈ പറയുന്ന ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ്, ചെയ്യുന്നു എന്ന് മാത്രമല്ല. ഓക്കെ, അത് ഞാൻ പോകെ ഞങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഞാനത് ജസ്റ്റ് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നു എന്ന് പ്രാക്ടിക്കൽ കൊടുക്കാൻ പറയാം. പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്ത് പഠിക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വരാം. ഇനി അങ്ങോട്ട് കുറച്ച് സ്ട്രക്ചേഴ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. മാക്സിമം എല്ലാവരും ലൈവ് ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ വീണ്ടും പറയാണ്, അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് കേട്ടോ. സോ മാക്സിമം ലൈവ് ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക. എല്ലാവരോടും പറയാ ടെൻസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് ഇന്ന് ആബ്സെന്റ് ആയി ഇവിടൊക്കെ ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നോട്ട്ബുക്ക് കയ്യിലുണ്ടാവണം കേട്ടോ. എല്ലാവരുടെ കയ്യിൽ നോട്ട്ബുക്ക് വേണം. സോ അത്യാവശ്യം കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടാകും. പിന്നെ ഇന്നത്തെ പോർഷൻസ് എല്ലാവരും നന്നായിട്ടൊന്ന് പറയാ. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സെർച്ച് ചെയ്യണ്ട, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ കൺഫ്യൂസിങ് ആകാൻ ചാൻസ് ഉണ്ട്. സോ എന്താണോ മനസ്സിലായത് അതൊക്കെ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാ, അബ്സെന്റ് ആകരുത് കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പൊ എല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചു, നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു, അത്യാവശ്യം രീതിയിൽ നോട്ട്സ് ചെയ്തിട്ടുണ്ട്. ഇനി നോട്ട്സ് എഴുതാൻ പറയുമ്പോൾ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞ പോലെ എക്സാജറേറ്റ് ചെയ്ത് നോട്ട്സ് ചെയ്താൽ നോക്കാം, മാക്സിമം നോക്കാം. അതേപോലെ വായിക്കുമ്പോഴാണെങ്കിലും പ്രൊണൗൺസിയേഷൻ ആണെങ്കിലും മോഡുലേഷൻ ആണെങ്കിലും അത് കറക്റ്റ് ചെയ്ത് ഇംപ്രൂവൈസ് ചെയ്തിട്ട് വായിക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, സോ മൈൻഡ് അപ്പ് ചെയ്താലോ? Okay, ma'am. Okay. Sign out. Sign out, Tara. Okay, ma'am. Thank you, ma'am, and my dear classmates for this wonderful class. Today we learned about tenses. Thank you to all my friends for your support and participation. Have a nice day. Thank you, everyone. Okay, so thank you all. See you next class, and a happy new year to all. Okay, bye. Happy New Year, ma'am. Thank you.